ഡോളറിന് വെല്ലുവിളി ഉയർത്തി ബ്രിക്സ് കറൻസി യാഥാർത്ഥ്യമാകുമോ? ബ്രിക്സ് കറൻസി എന്ന റഷ്യയുടെ ആശയത്തോട് ഇന്ത്യ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. അമേരിക്ക ബ്രിക്സ് രാജ്യങ്ങളുടെ നീക്കത്തിൽ കടുത്ത എതിർപ്പ് ഉയർത്തിയതോടെ നിലപാട് സ്വീകരിക്കുന്നതിൽ ഇന്ത്യയ്ക്കും ആശയക്കുഴപ്പമുണ്ട്. അമേരിക്ക അംഗമല്ലാത്ത ഏക സുപ്രധാന അന്താരാഷ്ട്ര സഖ്യമാണ് ബ്രിക്സ്. 2009 രൂപം കൊണ്ട ബ്രിക്സിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ, UAE എന്നീ രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. അന്താരാഷ്ട്ര പണമിടപാടുകൾക്ക് ഡോളറിന് ബദലായി ബ്രിക്സ് കറൻസി ഉണ്ടാവണമെന്ന് നേരത്തെ തന്നെ ആവശ്യമുയർന്നിരുന്നു. ചൈനയും റഷ്യയുമാണ് ഈ ആവശ്യത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മാസം റഷ്യയിലെ കസാനിൽ നടന്ന സമ്മേളനത്തിൽ ഡോളർ ഇതര കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടത്തുന്നത് ബ്രിക്സ് രാജ്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പ്രാദേശിക കറൻസികളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഈ നീക്കം. ബ്രിക്സ് പേ എന്ന പേരിൽ സ്വന്തം പേയ്മെന്റ് സംവിധാനം വികസിപ്പിച്ചെടുക്കണമെന്നായിരുന്നു റഷ്യയുടെ ആവശ്യം. എന്നാൽ ആ ആശയത്തോട് ഇന്ത്യ ഇതുവരെ നിലപാടെടുത്തിട്ടില്ല. പാർലമെന്റിൽ ഇത് സംബന്ധിച്ചുയർന്ന ചോദ്യത്തോട് വ്യക്തത വരുത്താതെയാണ് ധനമന്ത്രി നിലപാടെടുത്തത്. ഇത്തരമൊരു ആശയം റഷ്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരിയുടെ പ്രതികരണം. ബ്രിക്സ് രാജ്യങ്ങളുടെ നീക്കത്തെ തുടക്കത്തിലെ തന്നെ തടയിടാനാണ് അമേരിക്കയുടെ നീക്കം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വെച്ച ആശയത്തെ തുറന്നെതിർത്തത് അദ്ദേഹത്തിന്റെ പ്രതിയോഗി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ വ്യാപാര നീക്കങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അങ്ങനെ ഉണ്ടായാൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. റഷ്യയും ചൈനയുമായി സൗഹൃദ ബന്ധത്തിനൊരുങ്ങുന്ന ഇന്ത്യക്ക് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ നിന്ന് അമേരിക്കക്ക് അനുകൂലമായി നിലപാടെടുക്കുക എളുപ്പമാവില്ല. അതേസമയം അമേരിക്കയെ പിണക്കുക എന്നതും ഇന്ത്യക്ക് എളുപ്പമല്ല.